ലോക്സഭാ ഫലം വരുമ്പോൾ കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. ഇരു മുന്നണികളും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും BDJS സ്ഥാനാർത്ഥിയുടെ പ്രകടനം ആരുടെ വോട്ട് ബാങ്കിലാണ് ഇടിവുണ്ടാക്കിയതെന്ന ആശങ്ക LDF UDF നേതാക്കൾക്കുണ്ട്. സിറ്റിംഗ് MP ആയ തോമസ് ചാഴിക്കാടൻ ഏറ്റവും കുറഞ്ഞത് 20,000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് LDF നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതിനവർ നിരത്തുന്ന കാരണം ഇതാണ്: കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നതിന് മുമ്പ് LDFന് ശരാശരി 3.25 ലക്ഷത്തോളം വോട്ടുകളുണ്ട്. ഇതിനു പുറമെ കേരള കോൺഗ്രസിൻ്റെ 50,000-ഓളം വോട്ടുകളും കൂടി ചേരുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്നാണ് ഇടത് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ 60,000 വോട്ടിന് മുകളിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDFൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ ഇടത് തരംഗം ഉണ്ടായപ്പോഴും കോട്ടയം പാർലമെൻറ്റ് ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി UDFന് 60,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ആ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDFൻ്റെ പ്രതീക്ഷ. ഈ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ ഇരു മുന്നണികളിലും പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കേരള കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന 3.25 ലക്ഷം വോട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മുന്നണിയിൽ കാലുവാരൽ സംശയിക്കേണ്ടി വരും. പാലായിൽ ജോസ് കെ മാണിയെ കാലുവാരിയത് CPM തന്നെയാണെന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അപ്പോൾ ഇവിടെ കോട്ടയത്തും ആ കാലുവാരൽ ഉണ്ടാകും. കാരണം ജോസ് കെ മാണിയെ തലപൊക്കാൻ അനുവദിക്കത്തില്ല CPMകാര്. ഇത് മുന്നണി ബന്ധത്തിൽ എന്തായാലും വിള്ളലുണ്ടാക്കും. തോമസ് ചാഴിക്കാടൻ്റെ കലാശക്കൊട്ടിൽ മന്ത്രി VN വാസവൻ അടക്കമുള്ള CPM നേതാക്കൾ പങ്കെടുത്തില്ലെന്ന ആരോപണം UDF ചർച്ചയാക്കിയ സാഹചര്യത്തിൽ ഇതും ഇടതുമുന്നണിയിൽ വിവാദത്തിന് തിരികൊളുത്തും എന്നുള്ളത് ഉറപ്പാണ്. പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ലെങ്കിൽ കേരള കോൺഗ്രസിന് LDFിലുള്ള സ്വാധീനത്തിൽ ഇടിവ് വരും. മറിച്ചാണെങ്കിൽ മധ്യകേരളത്തിൽ ഇടതുമുന്നണിയിൽ CPIയേക്കാൾ വിലപേശൽ ശക്തിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറും. പക്ഷേ അങ്ങനെ വിലപേശാനായിട്ട് അനുവദിക്കാത്ത തരത്തിൽ അവിടെ CPM എന്തായാലും അടിയൊഴുക്ക് നടത്തിയിട്ടുണ്ട്. അവർ വോട്ട് മറിച്ചിട്ടുമുണ്ട്. പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെങ്കിലും UDFിലും ഇതുതന്നെയായിരിക്കും സ്ഥിതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ അടക്കമുള്ള ചില നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇവർ പ്രധാനമായും മോൻസ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് രാജിവെച്ചത്. സ്വാഭാവികമായി ഈ സാഹചര്യത്തിൽ മോൻസിന് പാർട്ടിയിലുള്ള പിടിമുറുക്കം തെളിയിക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം. UDF വിജയിച്ചാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് UDFിലുള്ള വിലപേശൽ ശേഷി കൂടും. മറിച്ചാണെങ്കിൽ ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ച നിയമസഭാ സീറ്റുകളിൽ ചിലത് കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ കേരള കോൺഗ്രസുകളുടെ ശക്തി തെളിയിക്കുന്നതായിരിക്കും കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസിൻ്റെ ഭാവി എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. കാത്തിരിക്കാം. ഏതായാലും ആ ഫലത്തിനായി കാത്തിരിക്കാം.